അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ കഷ്ടപ്പാടെന്ന് പറയും. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റിലെത്താൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു, പിന്നെ ഇങ്ങനെ പഠിച്ചു, ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തു. എന്താണ് ഹാർഡ് വർക്ക് ആക്ച്വലി? മോട്ടിവേഷൻ വേണം. ഇത് കിട്ടണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഉള്ളിൽ വേണം. മോട്ടിവേഷൻ ഒരു ഗോൾ വേണം. മോട്ടിവേഷനേക്കാൾ ഒരു ഗോൾ, ഒരു എയിം വേണം പ്ലസ് ഒരു സിസ്റ്റം, ഒരു ഡിസിപ്ലിൻ. പ്രിപ്പറേഷൻ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടൊരു സംഭവമാണ് ഫോൺ, സോഷ്യൽ മീഡിയ. എങ്ങനെ ഇത് മാനേജ് ചെയ്തൊന്ന് പറയോ? പ്രിപ്പറേഷൻ സമയത്ത് നോയ്സസ് കുറക്കാന്നുള്ളതാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും വേറെ എന്താണെങ്കിലും. ഇപ്പം ആ ഒരു കുടുംബത്തിലേക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ള സാധനം കൊണ്ടുപോയി കൊടുത്തപ്പെട്ടൊരു ഫീൽ എന്താ? ഭയങ്കര സന്തോഷമാവും. എന്താ പറയാ. ഹായ്, ടീമേഴ്സ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീമേഴ്സ് അക്കാദമിയുടെ വിജയകഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 2025 CGL റിസൾട്ട് വന്ന സമയത്ത് ടീമേഴ്സ് അക്കാദമിക്ക് ഒരുപിടി നല്ല റാങ്കുകൾ ഇങ്ങനെ കിട്ടി, നല്ല സന്തോഷം നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുഹമ്മദ് സാലിഹ്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, ഓൾ കേരള റാങ്ക് 4, ഓൾ ഇന്ത്യ റാങ്ക് 177. സോ വലിയ അച്ചീവ്മെൻ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് സ്വാലിഹ്. അപ്പോൾ നമുക്ക് ഇന്ന് കേൾക്കാനുള്ളത് സ്വാലിഹിൻ്റെ സ്റ്റോറിയാണ്. അപ്പം വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ വരാനുണ്ടാവും. കാരണം സ്വാലിഹിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത്, അതിന് സ്വാലിഹ് യൂസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ സ്വാലിഹ്, വെൽക്കം ടു ദാറ്റ് സ്റ്റോറി. സർ, ഓക്കെ, ഹൗ യു ഫീലിംഗ് നൗ? ഹാപ്പി. കുറെ കഷ്ടപ്പെട്ടിരുന്നോ ഇങ്ങനെ ഒരു? കഷ്ടപ്പെട്ടാലല്ലേ ഇവിടെ ഇങ്ങനെ എത്തുള്ളൂ എന്നുള്ള ഇതുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും എന്താണ് കഷ്ടപ്പാട്? എന്താണ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ കഷ്ടപ്പാടെന്ന് പറയും. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റിലെത്താൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു, പിന്നെ ഇങ്ങനെ പഠിച്ചു, ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തു. എന്താണ് ഹാർഡ് വർക്ക് ആക്ച്വലി? ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ പഠനം പ്ലസ് സാക്രിഫൈസസിനാണ് തോന്നുന്നു എല്ലാവരും ഹാർഡ് വർക്കിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നത്. സാക്രിഫൈസസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സാക്രിഫൈസസ് ഉണ്ട്. ഒന്നാമത് സോഷ്യൽ സാക്രിഫൈസ് ഒരുപാടുണ്ട്. കുറേ ഫങ്ഷൻസ് നമുക്ക് കൂടാൻ പറ്റാണ്ടായിട്ടുണ്ട്. അത് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ബാക്കി എല്ലാ കുറേ ഫങ്ഷൻസ് മിസ്സായിട്ടുണ്ട്. പിന്നെ കുറേ പേഴ്സണൽ ലെഷർ ടൈംസ് അങ്ങനത്തെ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. പിന്നെ കുറേ അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് സാക്രിഫൈസ് ആയിട്ടുള്ളത്. നമ്മളെ ഒരു മുഴുവൻ സമയം ഇപ്പം നമ്മളൊരു ദിവസത്തിൽ വേറെ എൻഗേജ്മെൻറ്റ്സ് ഒന്നും നമുക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ മുഴുവൻ സമയം ഇതിലേക്ക് തന്നെ നമ്മുടെ ഒരു പഠനത്തിലേക്ക് മാത്രം ഇട്ട്, പിന്നെ ഇപ്പം സോലി ഓൾറെഡി പറഞ്ഞ പോലെ ഫാമിലി ടൈം, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ടൈം, നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ടൈം അടക്കം നമ്മൾ രാത്രി കിടന്നിറങ്ങുമ്പോൾ ചില സമയത്ത് നമുക്ക് മേ ബി ഒന്ന് തലയണ പൊത്തിപ്പിടിച്ച് കരയാൻ വരെ ഉള്ള ഒരു സാധനം ചിലപ്പോൾ ഉണ്ടാവാം. സാരിയിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എങ്കിലും പിന്നെ ആ ഒരു സാക്രിഫൈസസിലൂടെയാണ് ഏതൊരു ആസ്പിരൻറ്റും എന്താ സക്സസിലേക്ക് എത്തുക. ഓക്കെ, അപ്പം അതിൽ സങ്കടം ഉണ്ടോ, അല്ലെങ്കിൽ ഇനി ജോലി കിട്ടിയാലാണ് സന്തോഷം? ഇപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? കുറേ മിസ് ഔട്ട് ആയതിൽ ചെറിയ സങ്കടമുണ്ട്. പക്ഷെ അതിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സക്സസ് പറ്റുമെന്ന് തോന്നുന്നു, പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഫ്യൂച്ചറിലൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം കഷ്ടപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു SSC എന്ന് പറയുന്ന ജേണിയിലേക്ക് എങ്ങനെയാണ് സ്വാലിഹ് എത്തിയത്? SSCയിലേക്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ DUവിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം DUവിൽ പഠിച്ചുകൊണ്ട് തന്നെ അടുത്ത എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ഏകദേശം എല്ലാവർക്കും ഈ ഒരു അവയർനെസ് ഉണ്ട്. അതുകൊണ്ട് എനിക്കും ആ അവയർനെസ് കിട്ടി, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. SSC സ്വാഭാവികമായിട്ടും ഇപ്പം DU പഠിച്ചുകൊണ്ട് UPSC എന്ന് പറയുന്ന UPSC ആണ് പോലെ UPSCയിലേക്കും പോയ ആൾക്കാരുണ്ട്, SSCയിലേക്ക് പോയ ആൾക്കാരുണ്ട്, മാസ്റ്റേഴ്സ്. അപ്പം ഓപ്ഷൻസ് ഉണ്ട് എന്ന് അവിടെ നിന്നാണ് മനസ്സിലായത്. ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. എന്നാലും നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി കാണില്ലേ? ഇപ്പം ഞാനിപ്പോൾ ഒരു സാധനത്തിലേക്ക് ഇറങ്ങുമ്പം അതിൽ എന്താണ് ഇപ്പോൾ വർഷത്തിൽ വേക്കൻസിയുള്ള എണ്ണാണോ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഇപ്പോൾ UPSC എക്സാമിനെ സംബന്ധിച്ച് അത്ര ടൈറ്റ് ഇല്ല, ഇൻ്റർവ്യൂ ഇല്ല. അത് തന്നെയാണ് എന്നെ ഇതാക്കിയത്. അത്ര കോമ്പറ്റീഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു എനിക്ക് പറ്റിയൊരു സാധനമായിട്ട് ഫീൽ ചെയ്ത്. അത് മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK അത്ര സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല, എന്നാലും അത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം എനിക്ക് പറ്റിയ സബ്ജക്ട്സ് തന്നെയാണുള്ളത്. പിന്നെ ഇൻ്റർവ്യൂ ഇല്ല എന്നുള്ളൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നതല്ല, അതൊരു എനിക്ക് പറ്റിയൊരു കാര്യമായിട്ട് തോന്നി. അപ്പം അതന്നെ. ഓക്കെ, അപ്പം ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഇപ്പം സ്വാലിഹ് നിൽക്കുന്നത് ഓൾ കേരള റാങ്ക് 4 SSC CGL 2025, ഓൾ ഇന്ത്യ റാങ്ക് 177, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. ഇപ്പൊ നല്ലൊരു വലിയ ഞാൻ അതിലൊന്നും സിങ്കിൻ ആയില്ല. 177 എയർ എന്നൊക്കെ പറയും. അപ്പോൾ അല്ല, എന്തായാലും എടുത്ത എഫേർട്ടിലുള്ള റിസൾട്ട് അല്ലേ? റിസൾട്ട് ഉണ്ട്.
പിന്നെ ഇപ്പം ഇതിലേക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കയറുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സ് ആണ്. ഇപ്പം ഞാൻ കേട്ടിടത്തോളം ഇപ്പം സന്ദേശ് സാറൊക്കെ പറയാറുണ്ട് ഇൻകം ടാക്സ് ഭയങ്കര അടിപൊളി ഡിപ്പാർട്ട്മെന്റ് ആണ്, ഭയങ്കര ഫ്രണ്ട്ലി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചോ? സാറിന് അറിയുന്ന വിവരം തന്നെയാണ് എനിക്കുള്ളത്. ഞാൻ സന്ദേശാരോട് തന്നെയാണ് ചോദിച്ചത് മെയിനായിട്ട്. പിന്നെ കുറെ കഴിഞ്ഞ വർഷം അച്ചീവ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ചോദിച്ചു. നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്, ഫ്രണ്ട്ലി ആണ്, ഭയങ്കര അടിപൊളി വൈബ് ചിൽ മൂഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്നാലും കാര്യങ്ങൾക്ക് എല്ലാം എന്താ പറയുക കോർഡിനേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. അപ്പം എക്സൈറ്റഡ് ആണോ ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്? ഇപ്പം കുറെ റെയ്ഡും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അതിനൊക്കെ പോകാൻ അറിഞ്ഞു വെച്ചിട്ടുണ്ടോ? ലൈക്ക് എന്താണ് റെയ്ഡ്? ഇല്ല, അതൊന്നും അറിയില്ല. അറിയാലോ എന്ന് വെച്ചാൽ അവിടെ വെച്ചത് എക്സൈറ്റ്മെന്റ് അവിടെ തന്നെ ഇങ്ങനെ വെച്ച്. ഇതിപ്പോ ഈ റിസൾട്ട് കിട്ടിയ സമയത്ത് ഇപ്പൊ റിസൾട്ട് നോക്കുന്ന ഒരു മൊമെന്റ് എല്ലാവർക്കും ഉണ്ടാവല്ലോ. ഇപ്പം നീറ്റ് എഴുതിയാളും എൻട്രൻസ് എഴുതിയാളൊക്കെ നോക്കും. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ കാണാറുണ്ട്, എന്താ പറയാ, ഫാമിലി ഒക്കെ ബാക്കിൽ നിന്നിട്ട് റിസൾട്ട് വരുമ്പോൾ കണ്ണീരടിയുന്ന രംഗങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ റിസൾട്ട് വന്ന സമയത്തുള്ള ആ ഒരു മൂമെന്റ്, റിസൾട്ട് വന്ന സമയത്ത് ഭയങ്കര നമുക്കൊരു എന്തൊക്കെ സഫോക്കേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ ആ സഫോക്കേഷൻ ഒരു 50% മാത്രമേ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. മീൻസ് എൻസർക്കിയാണ് മെയിൻ. നമ്മൾ എൻസർക്കി വന്നാൽ തന്നെ ഏകദേശം റാങ്കും പോസ്റ്റൊക്കെ ഏകദേശം ഒരു 50%, 75% മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആൻസർക്കി വരുന്നൊരു 50% എക്സ്പെക്ട് ഒരു സാധനം ഹാപ്പിനെസ് എന്താ അതിന് പറയാ, ആ സാധനം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫൈനൽ റിസൾട്ട് വരുമ്പോഴും കാരണം അന്ന് നമ്മുടെ ടെൻഷൻ കമ്പ്യൂട്ടറിൽ ഇന്നിപ്പം എനിക്കിത് പറയുമ്പോഴും ഉള്ളിലൊരു വിഷമമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ അതിന് അർഹരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കമ്പ്യൂട്ടറിൽ പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ്. എല്ലാ എക്സാമിനും ഇങ്ങനെ ഒരു സംഭവം നടക്കാറുണ്ട്. സോ അതിന് ആ ടെൻഷൻ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറിൽ ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ 19 അറ്റംപ്റ്റ് ചെയ്തിരുന്നു, 20 ജസ്റ്റ് 1 സ്കിപ്പ് ചെയ്തുള്ളൂ. അപ്പം അത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ നോക്കിയത് ആൻസർക്ക് വന്നപ്പോൾ തന്നെ നോക്കിയത് ഞാൻ മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ് ശരി എത്രയാണ് തെറ്റെന്ന്. ഈ കാൽക്കുലേറ്ററിൽ കൊടുക്കാണ്ട് ആൻസർക്ക് ഈ മാർക്ക് കാൽക്കുലേറ്റർ കൊടുക്കാണ്ട് മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് അത് ഫസ്റ്റ് അത് നോക്കി സമാധാനമായി. എന്നിട്ട് പിന്നെ മാർക്ക് എത്രയായാലും പ്രശ്നമില്ല, മാർക്ക് എന്തായാലും ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് എന്നല്ല ഒരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ അത് നോക്കി പിന്നെ 351 കണ്ട് മാർക്ക്. അത് കണ്ടപ്പോൾ ഞാൻ എന്തോ ആയി, ഞാൻ അത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. മീൻസ് ഒരു 340+, 351 എന്ന് പറഞ്ഞപ്പോൾ ഒരു കുറച്ച് ത്രെഷോൾഡ് കഴിഞ്ഞു പോയി. ഞാൻ അത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര മോക്കിൽ പോലും 351 എന്നൊക്കെ ആ ഒരു റേഞ്ചൊക്കെ കിട്ടിയത് വളരെ റെയറാ. 350 to 360 ഒക്കെ കിട്ടിയത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ 351 കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ. സാറിൻ്റെ ഫാമിലി ആരൊക്കെ ഉള്ളത്? ഫാമിലി ഉപ്പ, ഉമ്മ, അനിയത്തി, അനിയൻ, പിന്നെ ഞാൻ മൂത്താളല്ലേ. ഇപ്പം ആ ഒരു കുടുംബത്തിലേക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ള സാധനം കൊണ്ടുപോയി കൊടുത്തപ്പോഴൊരു ഫീൽ എന്താ? ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാവും. എന്താ പറയുക, എൻ്റെ ഒരു വലിയ ആ നാട്ടിൽ തന്നെ ഈ നാദാപുരം എന്ന് പറയുന്ന ഏരിയയിൽ തന്നെ വളരെ ചുരുക്കം പേർക്കാണ് CGL കിട്ടിയ ആൾക്കാരുള്ളത്. അപ്പം ഫാമിലിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ഉണ്ട് ഫാമിലിക്ക് മൊത്തത്തിൽ. ഉപ്പയ്ക്ക് എന്ത് പറഞ്ഞു? ഉപ്പയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഉപ്പ ഗൾഫിലുള്ളത്. ഇപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ തന്നെ വിളിച്ചു, ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഇമോഷണലായി. നാട്ടിൽ സ്വീകരണം കിട്ടിയ? ഓ, ഇഷ്ടംപോലെ സ്വീകരണം കൊണ്ട് നേർന്നിട്ടുള്ള കുറേ ഉണ്ട്. പിന്നെ നാട്ടിൽ ഫ്ലക്സ് അങ്ങനത്തെ ഫ്ലക്സ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ എൻ്റെ ഫ്ലക്സ് തന്നെ കണ്ടിട്ട്, കാരണം നോർമലി നമ്മൾ കാരണം അത്രയും കാലം ഇല്ലാത്തൊരു സാധനം പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇപ്പോൾ ഇതിൽ ഫസ്റ്റായിട്ട് കടന്നു വരുന്നത് ഇപ്പം SSC ഒക്കെ പഠിക്കാൻ വരുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളൊന്ന് ഫ്യൂച്ചറിൽ ആലോചിച്ച് നോക്കിയേ. പാരൻസ് ഒക്കെ വരുമ്പോഴേ ഞാൻ ഇന്നും കൂടെ ഒരാളോട് പറഞ്ഞു, അവളിങ്ങനെ ടെൻഷൻ അടിച്ച് വന്നപ്പോൾ, നീ നാളത്തെ ഒരു മൂമെന്റ് ആലോചിച്ച് നോക്കൂ, നിന്റെ പാരൻസിനെ കൊണ്ട് നീ ഒരു സ്റ്റേജിലേക്ക് നിന്നെങ്ങനെ നീ റിസൾട്ട് അച്ചീവ് ചെയ്ത് കയറി ഒരു രംഗം ആലോചിച്ച് നോക്കൂ, നിന്റെ നാട്ടിൽ നിന്റെ ഫ്ലെക്സ് വരുന്നത് ആലോചിച്ച് നോക്കൂ. ഞാനും അതും ഈ ഒരു മൊമെന്റ് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു മൊമെന്റ് പ്രിപ്പറേഷന്റെ ഫസ്റ്റ് ഫേസ് നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായി. ഫസ്റ്റ് തുടക്കത്തിൽ നമുക്ക് ഭയങ്കര എന്തൊക്കെ ആയിരിക്കുമല്ലോ, മീൻസ് എന്തൊക്കെയോ ഭയങ്കര സംഭവം, മീൻസ് അങ്ങനെയല്ല കിട്ടിയിട്ട് ഭയങ്കര ആവണം എന്ന സംഭവം, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ ഫസ്റ്റ് തുടക്കത്തിൽ. ഈ പോസ്റ്റ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ടോപ്പേഴ്സ് ഇന്റർവ്യൂ എന്നൊക്കെ കാണുമ്പോൾ ഞാനും ഒരു ദിവസം ഇങ്ങനെ വരുന്നൊരു മാനിഫെസ്റ്റേഷൻ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകും. കാരണം നമ്മൾ അതിൽ നമ്മളെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ വലിയൊരു മോട്ടിവേഷൻ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്ത് അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇപ്പം ജോലിയിലേക്ക് കയറി കഴിഞ്ഞ് ഫ്യൂച്ചർ പ്ലാനിങ് ഒന്നും അങ്ങനെയൊന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പോഴത്തെ ഈ മൊമെന്റ് നല്ലോണം എൻജോയ് ചെയ്യട്ടെ എന്നുള്ള ഇതിലാണ്. ഈ മൊമെന്റ് ഭയങ്കര മൊമെന്റിലാണല്ലോ. എൻജോയ് ദ ടൈം. ഇപ്പം നമ്മളെ കൈ കിട്ടുന്ന ടൈം എൻജോയ് ചെയ്യാം. ജോലി കയറി കഴിഞ്ഞാൽ
ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്ലാനൊന്നും ആയിട്ടില്ല, എന്നാലും അത്ര തന്നെ, പ്ലാൻ ശരിക്കും ആയിട്ടില്ല. ആദ്യത്തെ ഒരു സാലറി കിട്ടുമ്പോൾ എന്ത് ചെയ്യാൻ ആലോചിക്കില്ല അതിനെ കുറിച്ചിട്ട്, ചെയ്യാ. പാരൻസിനെ ട്രീറ്റ് ചെയ്യണം നല്ല രീതിയിൽ, പിന്നെ കുറച്ച് എനിക്ക് സെൽഫ് ട്രീറ്റ് കൊടുക്കണം കുറച്ച്, അതൊക്കെ തന്നെ. നല്ല ഫുഡ് കഴിക്കണം, നല്ല ഡ്രസ്സ് എടുക്കണം, നല്ല ഡ്രസ്സാണ്, നല്ല ഷൂ വാങ്ങണം, അടിച്ചു പൊളിക്കണം. പിന്നെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ കുറേ ലീവ് കിട്ടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ, അന്നേരം എന്ത് ചെയ്യും? ലീവ് എടുത്ത് യാത്ര പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണോ? ഫാമിലി ടൈം കൊടുക്കണം, യാത്ര പോകണം, ആഗ്രഹം. മീൻസ് ഇതുവരെ അങ്ങനെ സമയം കിട്ടിയിട്ടില്ല. സമയം ഈ 2 വർഷമായിട്ട് അതിൽ യാത്രയൊക്കെ പോകണം, ട്രിപ്പൊക്കെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ ടെൻഷൻ ഇല്ലല്ലോ, ഇനിയിപ്പോൾ ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിൽ പോവാം, തിരിച്ചു വരാം, നമ്മളുടെ ജോലിയോടെ ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ടീംമേറ്റ്സിൻ്റെ ഒരു ടീംമേറ്റ്സ്? ആക്ച്വലി ഞാൻ സാറിന് അറിയായിരിക്കും, ഞങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല. രണ്ടാമത്തെ അറ്റംപ്റ്റ് പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് ഫേസിൽ ഒരു തുടക്കം ഒരു 2-3 മാസത്തിന് ശേഷമാണ് സാറിനെ പരിചയപ്പെടുന്നതും. സാറിൻ്റെ ഓഫ്ലൈൻ മോക്ക് ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ലാബിൽ ഉണ്ടായിരുന്നു. ലാബിലുണ്ട് ഓഫ്ലൈൻ മോക്ക് അറ്റൻഡ് ചെയ്യാൻ വന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അറിയുന്നത്. അപ്പം ഓന് എന്നെ കൊണ്ടുവന്നു, മോക്കെടുത്തു. അപ്പം മോക്കെടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുറച്ച് നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ക്വസ്റ്റ്യൻസ്. പ്ലസ് ആ ഒരു സാധനം എനിക്ക് ഹെൽപ്പായി. ഈ ലാബിൽ വന്ന് മോക്കെടുക്കുക എന്നുള്ളത്, ഓഫ്ലൈൻ മോക്കെടുക്കുക എന്നുള്ളത് നല്ല രീതിയിൽ ഹെൽപ്പായി. ഒരു കമ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. സെയിം സാധനം അങ്ങ് പോയിട്ട് എന്താ പറയുക, സിമുലേറ്റ് ചെയ്താൽ മതിയല്ലോ. ഇവിടെ ചെയ്ത അതേ സാധനം റിയൽ എക്സാമിന് പോയിട്ട് സിമുലേറ്റ് ചെയ്താൽ മതി. ആ പരിപാടി ഹെൽപ്പ് ആയിട്ടുണ്ട്. പിന്നെ അടുത്ത മറ്റേ ഈ മെൻറ്റർഷിപ്പ് ബാച്ചിലുള്ള ഈ സെക്ഷൻ 1 മോക്സ്, അതായത് മാത്സ് റീസണിങ്, അത് ഭയങ്കര നല്ല ടോപ്പ് നോച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നല്ല നല്ല എന്താ പറയുക, സോർട്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് ഡെയിലി എനിക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ആ ഷെഡ്യൂളിൽ 2 മണി എന്നുള്ളത് 2 മണി to 3 മണി TM സെക്ഷൻ 1. അതിൻ്റെ ടൈം ടേബിൾ അങ്ങനെ ആയതല്ലേ, TM സെക്ഷൻ 1. അതെല്ലാം ഒരു 7-8 മന്ത്സ് അത് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോക്കെടുത്ത അനാലിസിസ് അനാലിസിസ് ആ സമയത്ത് തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ മാർക്സ് അങ്ങനെ ബോദർ ചെയ്യാറുണ്ടായിരുന്നില്ല. അനാലിസിസ് ചെയ്യുക, അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് വേറെയാണ്. മാർക്ക് ബേസ്ഡ് അല്ല, എന്നാലും നമ്മൾ ചെയ്ത് തീർക്കുക, അനാലിസിസ് ചെയ്യുക, മാക്സിമം മിസ്റ്റേക്സ് കുറക്കുക. മാർക്ക് നോക്കാത്ത ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റിലേക്ക് മാർക്ക് നോക്കുമ്പോൾ നമുക്ക് എൻ്റെ മെൻ്റൽ പീസ് പോകുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു സ്ട്രാറ്റജി എടുത്ത് മാർക്ക് നോക്കില്ല. ഫുൾ ടെസ്റ്റിൻ്റെ മാർക്ക് നോക്കൂല, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ലാസ്റ്റ് ഒരു 2-3 മാസം. അപ്പോൾ ഏകദേശം തെറ്റി എത്ര മനസ്സിലാവില്ലേ? ചിലപ്പോൾ അത് മെൻ്റലി കണക്ക് കൂട്ടും, പക്ഷേ അതിനെ സമ്മതിക്കില്ല. എൻ്റെ മൈൻഡിനെ തന്നെ പിടിച്ച് വെക്കും. മാർക്ക് നോക്കണം, മാർക്കിനെ കൊണ്ട് ഒരു കാര്യമില്ല, മാക്സിമം മിസ്റ്റേക്സ് കുറക്കാന്നുള്ളത് മാത്രമേ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ്. പിന്നെ മാർക്ക് അനാലിസിസിന് മുന്നേ നോക്കൂല. അനാലിസിസ് നല്ല പീസ് ഓഫ് മൈൻഡിൽ, നല്ല വൃത്തിക്ക്, ഫുൾ പ്രസൻസ് ഓഫ് മൈൻഡിൽ നോക്കും. അനാലിസിസ് അനാലിസിസ് കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് എൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് അത് ഒഴിവാക്കി ഞാൻ തന്നെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാമെന്നുള്ളൊരു സെറ്റപ്പ്. ഓക്കെ, സാറിവിടെ പഠിച്ചതൊക്കെ DU ഏതാ കോഴ്സ്? ഫിസിക്സ്. ഓക്കെ, ഇങ്ങനെ DUയിൽ എത്തിപ്പെട്ട അങ്ങനെ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് അത്യാവശ്യം സ്കോർ ഉണ്ടായിരുന്നു. പിന്നെ മെറിറ്റ് വെച്ചിട്ട് തന്നെയാണ് DUയിൽ ആ പ്രാവശ്യം അഡ്മിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ CUT ആണ്. അപ്പം പ്രാവശ്യം അങ്ങനെ കിട്ടിയതാണ്. അവിടുത്തെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഉണ്ട്. ഇതിലാരെങ്കിലും കയറിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഹിന്ദിക്കാർ കയറിയിട്ടുണ്ട്, മലയാളീസ് അങ്ങനെ. ഓക്കെ. സ്വാധീനം ഈ ഒരു ജേണിയിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തൊരു ഫാക്ടർ, ഒരു മനുഷ്യനാവാം, എന്തെങ്കിലും സ്വപ്നമാവാം, ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് എന്താ, ആരാണ്? ഇതാവാൻ വേണ്ടിയിട്ടോ, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മോട്ടിവേഷൻ ഫാമിലി. ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലിനൊരു വെൽ സെറ്റിൽഡ് ആക്കാനുള്ളൊരു ആഗ്രഹം, അതന്നെ ഫസ്റ്റ് ഓഫ് ഓൾ. അതിനായിരിക്കുമല്ലോ എല്ലാവർക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു മോട്ടിവേഷൻ എന്നതിലുപരി ഞാൻ മോട്ടിവേഷനേക്കാളും ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് മോട്ടിവേഷൻ വേണം. ഇത് കിട്ടണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഉള്ളിൽ വേണം. മോട്ടിവേഷൻ ഒരു ഗോൾ വേണം. മോട്ടിവേഷനേക്കാളും ഒരു ഗോൾ, ഒരു എയിം വേണം. പ്ലസ് ഒരു സിസ്റ്റം, ഒരു ഡിസിപ്ലിൻ, ആ സാധനമാണ് വേണ്ടതെന്ന് തോന്നുന്നുണ്ട്. മോട്ടിവേഷൻ ചിലപ്പോൾ നമുക്ക് മൂഡ് ഓഫ് ആണെങ്കിലും പഠിക്കാൻ തോന്നില്ല, മോട്ടിവേഷൻ കയറിയാൽ പഠിക്കാൻ തോന്നും, അങ്ങനെയാണല്ലോ. അത് മാറ്റിയിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കാം. അതായത് ഇത്ര സമയത്ത് ഞാൻ ഇത് പഠിക്കും,
ഇത് പഠിക്കും അത് അത് കംപ്ലീറ്റ് ചെയ്യുക. അത് എന്ത് മോഡ് ഔട്ടാണെങ്കിലും ഇന്നാണെങ്കിലും ഫുൾ അത് കംപ്ലീറ്റ് ചെയ്ത് തീർത്താടെ വെക്കുക. അത് അപ്പോൾ എൻ്റെ പണി കഴിഞ്ഞു. മാർക്ക് കുറവായാലില്ല കൂടിയാലില്ല ഒന്നുമില്ല. മോക്കിൽ കുറവാലും കൂടിയാലും ഒന്നും പ്രശ്നമില്ല. ആ പരിപാടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാഗം തീർത്തു. അത്രയാണ്. അങ്ങനെ ചെയ്ത് സിസ്റ്റം ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത് ഭയങ്കര ഇന്ന് സിസ്റ്റം ഉണ്ടാക്കി നാളെ തുടങ്ങിയതല്ല. അതൊരു ഫസ്റ്റ് 1 year എനിക്ക് തോന്നുന്നത് ആ ഫസ്റ്റ് 1 year എടുത്തു ഞാൻ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ. ഈ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് മൊത്തം ആ സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്ത് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പം ചില ആൾക്കാരിപ്പം മാർക്ക് നോക്കിയിട്ട് എന്താ പറയാ മാർക്ക് ഇത് പോരാ മാർക്ക് നോക്കിയാൽ ഇപ്പം സാരിയെ സംബന്ധിച്ച് പക്ഷേ ഇതൊരു ലോങ് ടേം ആണല്ലോ. അപ്പം ഇപ്പം ഒരു മോക്കിൽ മാർക്ക് കുറഞ്ഞാൽ മോട്ടിവേഷൻ കയറിയിട്ട് അടുത്ത മോക്കിൽ മാർക്ക് കൂടും. അപ്പം മോട്ടിവേഷൻ പോവോ നമുക്കറിയില്ല. ഒരു ലോങ് ടേം ആയിട്ട് തന്നെ ആ ഒരു മാർക്ക് ബേസ്ഡ് മോട്ടിവേഷൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഫീൽ അറിഞ്ഞൂടാ. സാരി ഒരു ദിവസം പഠിക്കാൻ എത്ര സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്? അപ്പം അത് വലിയൊരു ചോദ്യകാരം എന്താ പറയുക, അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ചിലപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ 5 മണിക്കൂറേ പഠിക്കാറുള്ളൂ, 2 മണിക്കൂറേ പഠിക്കാറുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്താ വ്യത്യാസം അറിയില്ല. സാരി എത്ര എടുക്കാറുണ്ട്? ഞാനങ്ങനെ ഇത്ര ഹവർ കഴിഞ്ഞിട്ട് നിർത്താം അങ്ങനത്തെ ഇതൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റമാണ്. അതായത് കംപ്ലീറ്റ് തന്ന പരിപാടി ഒരു ഡെയിലി ഒരു ടൈം ടേബിൾ തലേന്ന് ഒരു ചെറിയൊരു നോട്ട് പാഡ് പോലത്തെ ഒരു സാധനമുണ്ട്. ആ സാധനത്തിൽ എഴുതി വെക്കും ടൈം. ആക്ച്വലി പറഞ്ഞാൽ 6 AM ആണ് തുടക്കം. ലാസ്റ്റ് ഒരു 10-10:30 അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്നതും നിസ്കരിക്കേണ്ടതും അങ്ങനത്തെ കുറച്ച് സമയം ഒഴിവാക്കി 2-3 മണിക്കൂർ ഒഴിവാക്കി ബാക്കി മൊത്തത്തിൽ ഞാൻ സമയം എണ്ണി നോക്കിയിട്ടില്ല ഹവേഴ്സ്. അപ്പം ഏകദേശം മൊത്തത്തിൽ പിന്നെ ഊണിൽ വർക്കിലും ഇത് തന്നെ ആയിരിക്കുക എന്നുള്ളതാണ് മോട്ടോ. അത് എല്ലാ ആസ്പിരൻസ് കാണുമ്പോൾ ചുമരിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ, ഒട്ടിച്ചിട്ടുണ്ടോ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ? ഇല്ല അതൊന്നും ഇല്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചില ആസ്പിരൻസ് ഒക്കെ എന്താ പറയാ മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പൊ ഞാനൊരു ഇതിൽ തുടങ്ങിയിട്ട് ഞാനൊരു സാധനം ഒട്ടിച്ചു നോക്കട്ടെ. അപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ഇത് കാണണം, എനിക്ക് കാണണം, ഞാനെടുത്ത എഫേർട്ടിനെ എനിക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതുണ്ടായിരുന്നു. അത് അങ്ങനത്തെ പരിപാടി ഒന്നും ഓവറായിട്ട് അങ്ങനത്തെ ഒട്ടിച്ചേക്കുന്ന പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ ടേബിളിൻ്റെ സൈഡിലൊരു ജസ്റ്റ് ഒരു എയർ ഈ രണ്ടാമത്തെ അറ്റംപ്റ്റ് പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് എയർ 100 എഴുതി വെച്ചിരുന്നു. എയർ 100 എഴുതി വെച്ചിരുന്നു. ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ ആ 2 0 വായിച്ചാൽ എയർ 1 നോക്കി. എയർ 1 ആയിരുന്നു ആഗ്രഹം. എയർ 1 ഞാൻ കുറേ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നോട്ട്സിലൊക്കെ. അതൊരാഗ്രഹമായിരുന്നു, അത് കിട്ടിയില്ല. എന്നാലും ഹാപ്പിയാണ്. പോട്ടെ, നമുക്ക് അടുത്തൊരു പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ. ഇപ്പം എങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് സബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഡിഫിക്കൽട്ട് GK ഞാൻ ഐ വാസ് എ noob. എന്താ പറയുക, പൊളിറ്റിയും ഹിസ്റ്ററിയൊന്നും എൻ്റെ ഒരു റഡാറിലേ ഉണ്ടായിരുന്നില്ല ഡിഗ്രി കഴിയുന്നത് വരെ. ഞാൻ ഫിസിക്സാണ് പഠിച്ചത്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ പൊളിറ്റി ആർട്ടിക്കിൾ എന്താണെന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു. ആർട്ടിക്കിൾ ഒന്നും എന്താ സാധനം നമുക്കറിയില്ല, അത്ര തന്നെ. ഹിസ്റ്ററി അറിയില്ല. പിന്നെ അതെല്ലാം 10ാം ക്ലാസ് വരെയുള്ള അതൊരു പേരിനെ പഠിച്ച് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ നല്ല സമയം കൊടുത്തു. നമുക്ക് ഭയങ്കര ഒരു ക്രേസിൽ സാധനമാണ് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം യൂട്യൂബും പല സോഴ്സസ് ഉപയോഗിച്ചിട്ട് ഓരോ സബ്ജക്റ്റിന് നോട്ട്സ് സാധാ പക്ക ഒരു UP സ്കൂൾ കുട്ടി പോലെ അതെല്ലാം ഇങ്ങനെ എഴുതി വെച്ച് ഫുൾ എഴുതി പിന്നെ അത് റിവൈസ് ചെയ്ത് പിന്നെ നമ്മളൊരു ഏരിയയായി മാറി ലാസ്റ്റത്. പിന്നെ പൊളിറ്റി ഹിസ്റ്ററി ഒക്കെ സത്യം പറഞ്ഞാൽ GK എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളത് ഒരുപാട് ആസ്പിരൻസിന് ഡൗട്ടാണ്. ഞാൻ കവർ ചെയ്തത് NCERT ഇല്ല. NCERT ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഞങ്ങൾക്ക് വായിച്ചുണ്ടാക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ കവർ ചെയ്തത് നോട്ട്സ് ഉണ്ടാക്കിയിട്ടില്ല. ഒരു സബ്ജക്റ്റ് എടുത്തു. സബ്ജക്റ്റ് യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കി. നല്ല മലയാളം ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ ചിലത് ഹിന്ദിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം GK നോട്ട്സ് ഉണ്ടാക്കി. പിന്നെ പ്ലസ് ഞാൻ കോഡ് ഉണ്ടാക്കും. നമുക്ക് സ്വന്തം ആയിട്ട് തന്നെ കോഡ് ഉണ്ടാക്കും. എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കോഡ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നോട്ട്സ് കുറേ നോട്ട്സ് ഉണ്ട്. 1 2 3 നോട്ട്സ് ഫുൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. കുറേ എഴുതിയിട്ടുണ്ട്. സാർ കണ്ടിട്ടില്ല? സാറ് കണ്ടിട്ടുണ്ടോ? തോന്നുന്നുണ്ട്. ഒരു നോട്ട്സ് ഞാൻ തന്നിരുന്നു. മറ്റേ ഏതോ ഞാൻ GK മെറ്റീരിയൽ ഫുൾ കളർ. പിന്നെ അത് മാത്രമല്ല, അന്ന് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നമ്മളിവിടെ പൊളിറ്റിന്റെ ബേസിൽ അത് ഞാൻ പാലിക്കുന്നത്. ഇപ്പം പറഞ്ഞ പങ്കൊന്നും അറിയില്ലല്ലോ. പൊളിറ്റി ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ്. പക്ഷെ അന്ന് ആർട്ടിക്കിൾ 12 ബന്ധപ്പെട്ടിട്ടോ എന്തോ സംതിങ് ഒരു ചോദ്യം, ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇതില് നോട്ട് ജസ്റ്റിസിബിൾ എന്നോ എന്തൊരു കാര്യം പറഞ്ഞപ്പോ അതിനെ അതിലൊരു ഒറ്റ ആളെ ചോദ്യം ചെയ്തു. പോസിറ്റീവ് നാച്ചറും പിന്നെ ജസ്റ്റിസിബിൾ ചോദ്യം ചെയ്ത് മീൻസ് മാർക്കറ്റ് ഔട്ട് അത് സാറിനായിരുന്നു ശരിയത്. പിന്നെ നോക്കിയപ്പോൾ സാറിന് ശരി മനസ്സിലായി. ഇപ്പോൾ 2025 CGL ഒരുപാട് ആൾക്കാർ ടെൻഷൻ അടിച്ചൊരു സംഭവം നേരത്തെ പറഞ്ഞാണ് കമ്പ്യൂട്ടർ. അതെങ്ങനെയാ
കമ്പ്യൂട്ടറിന് എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്തതെന്ന് വെച്ചാൽ ബേസിക്കലി ഞാൻ നോട്ട്സ് ബേസിക്സ് കംപ്ലീറ്റ് ചെയ്തത് ഒരു PDF എടുത്തു, PDF കംപ്ലീറ്റ് ആക്കി. ജസ്റ്റ് ഏതാണെന്ന് ഓർമ്മയില്ല, ഏതോ ഒരു PDF. ബേസിക്സ് മാത്രമേ അതിലുള്ളൂ, വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഷോർട്ട് കട്ട്സും ബേസിക്സ് മാത്രം. പിന്നെ ഞാൻ ചെയ്തത് മാക്സിമം എല്ലാ ഒലീവിൻ്റെ മോക്സ്, ടാരറ്റോ മോക്സ് എടുക്കുമല്ലോ, ടാരറ്റോ മോക്സിൽ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് കമ്പ്യൂട്ടർ സ്കിപ്പ് ചെയ്യും ഒലീവ് മോക്ക് എടുക്കുമ്പോൾ. പക്ഷേ കമ്പ്യൂട്ടർ ഫുള്ള് ചെയ്ത് അനാലിസിസ് ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിൻ്റെ കേസിലും. അപ്പോൾ അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ. പിന്നെ ഞാൻ പക്ഷേ എന്നാലും ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ലക്ക് ഫാക്ടറും കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ല, കഴിഞ്ഞ തവണ വരെ കമ്പ്യൂട്ടർ ഈസി ആയിരുന്നു. അപ്പൊ അതെല്ലാവരും എന്താ പറയാ, കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം, ഷോർട്ട് കട്ട്സ് ഒക്കെ ചോദിക്കുമ്പോഴേ. പക്ഷെ ഇത് കുറച്ച് ലെവൽ കൂട്ടി ചോദിച്ചോ എന്നൊരു സംശയം തോന്നുന്നത്. അത് കുറെ മോക്ക് സ്കിപ്പ് ചെയ്യാണ്ട് നിന്നാൽ തന്നെ കുറച്ച് ആ ഒരു മോക്കിൽ ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു സാധനം വരും. തീർച്ചയായിട്ടും ഈ GK-ലൊക്കെ നമുക്ക് കിട്ടുമല്ലോ, എലിമിനേഷൻ ചെയ്യുന്നൊരു സ്കില്ല് കിട്ടുമല്ലോ. അതുപോലെ കമ്പ്യൂട്ടറും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ 19 ഇത്ര കോൺഫിഡൻസിൽ അറ്റംപ്റ്റ് ചെയ്തത്. കുറേ തെറ്റിപ്പോയിട്ടുണ്ട്. റോൾ മോഡൽ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ റോൾ മോഡൽ ഇല്ല പറയണോ? ഇല്ല, അങ്ങനത്തെ ഒന്നും അതിലില്ല. സാരി ഒരു ഇൻട്രോട്ടാണോ? ഇൻട്രോട്ടോ അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. എന്താ പറയാ, ഇപ്പം സാരി എക്സ്ട്രോവേർട്ട് ആണോ? എന്താ എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ആയിട്ടുള്ള സാധനമാണല്ലോ. അതൊക്കെ മനസ്സിലായി. പക്ഷെ മിണ്ടാണ്ടുന്ന അയാളെ ഇൻട്രോട്ട് എന്ന് വിളിക്കും, ഓവർ മിണ്ടിക്കാൻ എക്സ്ട്രോവേർട്ട് എന്ന് വിളിക്കും. ഓരോ കാലഘട്ടത്തിലെ എനിക്കറിയില്ല. ഇപ്പം എന്താ അതിൻ്റെ ഇടയിലൊന്നും ഇല്ല. ആംബിവേർട്ടോ, അങ്ങനെ പറയുവാണെങ്കിൽ ഒരുപാട് ഫാക്കൽറ്റീസ് ലൈഫിൽ, ടീച്ചേഴ്സ് എസ്പെഷ്യലി, അപ്പം SSC പ്രിപ്പറേഷൻ തന്നെ ആയിക്കൊള്ളുന്നില്ല, എന്നാലും ഏതെങ്കിലും ഒരു ടീച്ചറുടെ ഒരു വാക്ക് ഇപ്പോഴും തലയ്ക്കകത്ത് കൂടിയും കിടക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ മുന്നോട്ട് പോകാനുള്ള സംതിങ് വാക്കോ? ചിലപ്പം നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ലെന്നായിരിക്കും. ഒരു വെൽമേനയുടെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് പുറത്ത് അങ്ങനെയാണെങ്കിലും. ഓക്കെ, പ്രിപ്പറേഷൻ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടൊരു സംഭവമാണ് സാധനം ഫോൺ, സോഷ്യൽ മീഡിയ. എങ്ങനെ ഇത് മാനേജ് ചെയ്തൊന്ന് പറയൂ. സോഷ്യൽ മീഡിയ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ പ്രിപ്പറേഷൻ സമയത്ത് നോയ്സസ് കുറക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും വേറെ എന്താണെങ്കിലും, സോഷ്യൽ മീഡിയ പിന്നെ മെൻ്റലി നമുക്ക് കുറേ നോയ്സസ് ഉണ്ടാവും, കുറേ ചിന്തകളുണ്ടാവും. മാക്സിമം കുറക്കാൻ നമ്മൾ വിചാരിച്ചാൽ കുറയില്ല. ആ കുറക്കുന്ന അതൊരു സിസ്റ്റം ഉണ്ടാക്കുക. കുറേ ചിന്തകൾ വരുമ്പം ആ ചിന്തകൾ വരുന്ന അതിൻ്റെ ഒരു സോഴ്സസ് കണ്ടെത്തി അത് ഇല്ലാണ്ടാക്കുക. കുറേ ഫിലോസഫി ആണെന്നുണ്ടോ ഇതെന്താ ഇത് ആൾക്കാർക്ക് മനസ്സിലായി ഉദ്ദേശിക്കുന്നതെന്നാ മനസ്സിലാവില്ല. സോഷ്യൽ മീഡിയ പറഞ്ഞു, പിന്നെ മെൻ്റൽ നോയ്സസ് പറഞ്ഞു. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ തന്നെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളില്ല നോയ്സ് ആയിട്ട് തോന്നുന്നത്. അതായത് യൂട്യൂബിൽ കുറേ സ്ട്രാറ്റജി വീഡിയോ കാണാം, വെറുതെ കുറേ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഓഫ് എ ആസ്പിരൻ്റ് അത് കാണാം. പിന്നെ ടെലിഗ്രാമിൽ ഇഷ്ടംപോലെ ചാനലുണ്ടാവും, കുറേ ചാനലുണ്ടാവും. അതൊക്കെ ഓരോ ചാനൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ കുറേ സമയം പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം. നല്ല വേണ്ട ചാനലുകൾ. ടെലിഗ്രാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും പിന്നെ കുറേ നോട്ട്സും പിന്നെ ക്യൂസസ് ഒക്കെ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ്. പക്ഷേ നല്ലത് മാത്രം ചെറപറ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാണ്ട് അങ്ങനെ ചെയ്യാം. പിന്നെ സോഷ്യൽ മീഡിയ പറ്റുമെങ്കിൽ മാറി നിൽക്കുക, അതായത് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള അങ്ങനത്തെ സോഷ്യൽ മീഡിയ മാറി നിൽക്കുക. ഞാൻ മാറി നിന്നിട്ടുണ്ടായിരുന്നു, ഡീആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു 1 to 2 years. പിന്നെ വാട്സാപ്പും ഭയങ്കര റെയർലിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് റെയറായിരുന്നു. ഒരു സന്ദേശരൊക്കെ പറയലുണ്ട്, ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നോക്കലില്ലാന്നല്ലോ എന്നെല്ലാം പറയലുണ്ട് സന്ദേശർ. അപ്പോൾ ഞാൻ പറയും ഞാനിങ്ങനെ ഫോണ് സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയത്ത് ഞാൻ സ്വിച്ച് ഓഫ് ആക്കി. അപ്പം ആ സമയത്ത് എടുത്താൽ മതി എന്നുള്ളൊരു സിസ്റ്റം, അതൊരു സിസ്റ്റം ചെയ്തേക്കും. അത്രയാണ്. പിന്നെ ഡെയിലി ചിലപ്പോൾ ഒരു 2 ദിവസത്തേക്ക് ചിലപ്പോൾ ഫോണേ നോക്കില്ല. അപ്പോൾ ഉമ്മയൊക്കെ വിളിച്ചാൽ ഉമ്മക്ക് പ്രശ്നം ഉണ്ടാവലുണ്ട്. ലാസ്റ്റ് ഉമ്മക്ക് ഞാൻ Gmail കൊടുത്ത് 2 ദിവസമൊക്കെ ഫോൺ ഓഫ് ആക്കി ഉമ്മക്ക് പേടിയായിട്ട് Gmail എന്തായാലൊക്കെ എന്താ അർജൻറ്റ് ഉണ്ടെങ്കിൽ Gmail ഇതിലേക്ക് ഞെക്കിയാൽ മതി, ഇതിലേക്ക് അയച്ചിട്ട് സെൻഡ് അടിച്ചാൽ ഞാൻ കാണും. ഞാൻ ലാപ്പേ ഉപയോഗിക്കുമല്ലോ, ലാപ്പിൽ Gmail അവിടെ തുറന്നിട്ടുണ്ടാവും. അപ്പം അതൊരു വിയേർഡായിട്ടുള്ളൊരു മെത്തഡൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒഴിവാക്കിയിട്ട്
ഉമ്മക്ക് മെയിലേക്ക് ഡിയർ മാം മെയിലേക്ക് മീൻസ് വാട്സാപ്പിൽ നമ്മൾ മെസ്സേജ് അയക്കുമല്ലോ അതുപോലെ ഫോർമൽ അല്ല അല്ല സാധാ പക്ക നമ്മള് സോക്കോൾട്ട് മെയിലല്ല ഉമ്മ എന്തെല്ലാം മറ്റേ സാധനങ്ങളുണ്ടാവും ഉമ്മാന്റെ കാര്യങ്ങള് അങ്ങനെ മെയിൽ അയച്ചു. അതിനെന്താ റിപ്ലൈ? പിന്നെ വിളിച്ചപ്പോ എന്താ റിപ്ലൈ? മെയിൽ അയച്ചപ്പോ മെയിൽ ഉമ്മാരുടെ ഞാൻ പറഞ്ഞതാ, ഉമ്മാരുടെ ഉമ്മക്ക് മെയിൽ ഐ ഡി കൊടുത്തു, മെയിൽ ഐ ഡിയിൽ ഉമ്മ ഇങ്ങോട്ട് അയച്ചു, ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ടും പറയും ഉമ്മ ഇങ്ങോട്ടും പറയും, അത്രയൊക്കെ തന്നെ. അപ്പൊ അത്രത്തോളം സോഷ്യൽ മീഡിയ വിട്ടുന്നുണ്ട്. അതായത് നമുക്ക് മാക്സിമം മെന്റൽ പീസിലേക്ക് എടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. കാരണം നമ്മളൊന്ന് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം പക്ഷെ എത്രയൊക്കെ വേണമെന്നുള്ളൊരു ഡൗട്ടുണ്ട് ഈ ജിമെയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ്. ഇപ്പൊ നിനക്ക് മനസ്സിന്റെ ഉള്ളിൽ സമാധാനം കൊണ്ടുവന്നാലേ പഠിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത് ബാഡ്ലി എഫക്ട് ചെയ്യും. ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മൾ അത്രയും അതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യണം. പക്ഷെ നമ്മൾ ഇതുപോലെ പല സോഴ്സും തപ്പിപ്പോയി അതിന്റെ മേലെ സമയം കളഞ്ഞ് ശരിക്കും എൻ്റെ ആവശ്യമില്ല. അപ്പം ഒരു ക്ലാസ് കാണണമെങ്കിൽ തന്നെ ശരിക്കും ഇപ്പം സത്യം പറഞ്ഞാൽ ടീമേഴ്സ് അക്കാദമിന്റെ ആപ്പ് ആ ടെസ്റ്റും കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ധാരാളമാണ്. യൂട്യൂബ് ആകുമ്പോൾ കുറെ ഡിസ്ട്രാക്ഷൻ വരും. പിന്നെ യൂട്യൂബിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രാക്ഷൻ ഫ്രീ യൂട്യൂബ് എന്ന് പറയുന്ന സാധനമാണ്. എൻ്റെ യൂട്യൂബ് പറഞ്ഞാൽ ഒറ്റ ഫീഡും ഉണ്ടാവില്ല, ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. സെർച്ച് ചെയ്ത് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനത്തെ എല്ലാ സെറ്റ് ഈ റിലേറ്റഡ് ആഡ് മറ്റേ ഒന്നും ഉണ്ടാവില്ല, ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. യൂട്യൂബിൽ പറഞ്ഞാൽ ഫുൾ ബ്ലാങ്ക്, ഒന്നും കാണില്ല. നമ്മൾ സെർച്ച് ചെയ്ത സാധനം മാത്രം വരും. ഫൈൻ. അപ്പം അത്രത്തോളം സോഷ്യൽ മീഡിയ കിട്ടുന്ന ആളാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പോയിന്റാണ്. സോഷ്യൽ മീഡിയ നിനക്ക് പറ്റുമോ? സോഷ്യൽ മീഡിയ നടക്കില്ല. ഇപ്പൊ ഞാൻ ഇല്ലാണ്ട് പറ്റാത്ത ഇപ്പം എങ്ങനെ ടെൻഷനില്ല, കാരണം നമ്മൾ സേഫ് സോണിൽ എത്തിയില്ലേ, ഇനിയിപ്പോ നമ്മൾ യൂസ് ചെയ്യാലോ. എന്നാലും സോഷ്യൽ മീഡിയ ഒക്കെ കുറക്കണം. നമ്മളെ റിയൽ ഇങ്ങനത്തെ ലൈഫാണെങ്കിലും പ്രതീക്ഷിക്കുന്നു. ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഇപ്പോഴുള്ളത് പറയുന്നതാണെങ്കിൽ കുറച്ച് എൻഡുറൻസ് കൂടി, മെൻ്റൽ എൻഡുറൻസ് കൂടി എന്നുള്ളതാണ്. അത്രയൊക്കെ തന്നെ. അത്രയും ഈ ജേണിയിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഡിസിപ്ലിൻ കൂടി. ഇപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഞാൻ 2 കൊല്ലം മുന്നുള്ള ഞാൻ ഇപ്പോഴത്തെ ഇതൊക്കെ ഞാൻ തന്നെയാണോ ചെയ്യുന്നത് ഞാൻ ചിലപ്പോൾ ആലോചിച്ച് പോകാറുണ്ട്. ഈ ഫേസ് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഞാൻ തന്നെയാണോ ചെയ്തത്? ഒരു ദിവസം വേറൊന്നും ചെയ്യാണ്ട് പഠിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും അതിന് മുമ്പുള്ള ലൈഫിലേക്കാണോ അല്ലെങ്കിൽ ഈ ഡിസിപ്ലിൻ ആയിട്ട് ലൈഫിലേക്കാണോ തിരിച്ചു വരിക? മിക്സ് ആയിക്കോട്ടെ അല്ലേ? ഇനിയിപ്പോൾ കുറച്ച് എൻജോയ്മെന്റ് ആവും. ഡിസിപ്ലിൻ തന്നെ ബോറായില്ല. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് സാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അവസാനമായിട്ടൊരൊറ്റ മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്പിരൻസിന്, കഴിഞ്ഞ വട്ടം കിട്ടാതിരുന്ന ആസ്പിരൻസിന്, ഇനി ഈ 2026 കിട്ടാൻ പോകുന്ന ആസ്പിരൻസിന് ഒരു മെസ്സേജ്, സിമ്പിൾ മെസ്സേജ്. എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. നിങ്ങൾ ഈ ഒരു ജേണിയിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, മീൻസ് നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും ബാക്കി മാക്സിമം കാര്യങ്ങളും ഒരു സൈഡിൽ വെക്കുക. അതിനൊരു പാക്കറ്റാക്കി മൂടി വെക്കുക, അവിടെ വെക്കുക. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മളെ പ്രിപ്പറേഷനും നമ്മളെ സിലബസും റിവിഷനും മോക്സും മാത്രമായിട്ട് ഒരു വർഷം മതി. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം നിങ്ങൾ പണിയെടുത്താൽ ഇതെന്തായാലും കിട്ടും. മാക്സിമം നോയ്സ് കുറക്കുക. അത് തന്നെയാണ് നിങ്ങളോട് പറയാൻ ഉള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്. നോയ്സസ് കുറക്കുക, ഔട്ടർ നോയ്സസ് കുറക്കുക. അത്ര തന്നെ. ഞാൻ ഇതിൽ അഡാപ്റ്റ് ചെയ്ത ഒറ്റ വാക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. സിസ്റ്റം എനിക്കിന്ന് ഇഷ്ടപ്പെട്ട ഈ പോഡ്കാസ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ആ സിസ്റ്റത്തിലൂടെ പോവാ, സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യാം. എനിക്കിതേ പറയുള്ളൂ കൺക്ലൂഷനായിട്ട്. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സാലിഹ്. വളരെ കാരണം ഞാൻ ഇതുവരെ ഒരു പോഡ്കാസ്റ്റിന് കേൾക്കാത്ത അത്രയും പോയിന്റ്സ് സത്യം പറഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ടാണ് നമ്മളിരുന്നത്. സാരിയും ടെൻഷനായിരുന്നു എന്താ പറയാന്നുള്ളത്. പക്ഷെ വന്ന സാധനങ്ങളൊക്കെ പ്യുവർ അടിപൊളിയാണ്. പിന്നെ അത് തന്നെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഇൻട്രാക്ഷൻ ഇന്നർ പീസിന് സ്പേസ് കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വന്ന് ചേരും. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരോടും എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുള്ളിൽ നിങ്ങളുടെ സമാധാനം ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, സിസ്റ്റത്തെ വിശ്വസിക്കുക. ഓക്കെ, മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച്.